Hello my dear friends, welcome to Enchanted Learning. Last class we discussed about certain factors related to defense mechanism. ഇപ്പോൾ ഡിഫെൻസ് മെക്കാനിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്ര നേരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി എന്തൊക്കെയായിരുന്നു? ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ കുറിച്ച് പഠിച്ചു, ബ്ലഡ് ക്ലോട്ടിനെ കുറിച്ച് പഠിച്ചു, ഹീലിംഗ് ഓഫ് വൂണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനുശേഷം ഫീവർ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ഈ പുതിയ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നോൺ ഡിഫെൻസ് മെക്കാനിസം. എന്താണ് നോൺ ഡിഫെൻസ് മെക്കാനിസം ഓഫ് ബോഡി? നോൺ ഡിഫെൻസ് മെക്കാനിസം ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെക്കാനിസമാണ്. ഇറ്റ് ഇസ് എ മെക്കാനിസം. നോൺ ഡിഫെൻസ് മെക്കാനിസം ഇസ് എ മെക്കാനിസം വിച്ച് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഓൾ പാത്തജൻസ് വിത്തൗട്ട് കൺസിഡറിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. നമ്മൾ അതായത് ആ പാത്തജൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ, അതായത് ആ ഒരു പാത്തജൻ എങ്ങനത്തേതാണ് എന്നൊന്നും നോക്കാതെ എല്ലാ പാത്തജൻസിൽ നിന്നും നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ രക്ഷിക്കുന്ന ആ മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് നോൺ ഡിഫെൻസ് മെക്കാനിസം. അതാണ് നോൺ ഡിഫെൻസ് മെക്കാനിസം ഇസ് എ മെക്കാനിസം that protects us from all pathogens without considering their characteristic feature. അടുത്തത് ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു WBC അഥവാ ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞു അല്ലേ. ലിംഫോസൈറ്റ്സ് WBC ഒരു ടൈപ്പ് ഓഫ് WBC ആണ് ലിംഫോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയ്സ് ജേംസ് സ്പെസിഫിക്കലി എന്ന് പറഞ്ഞു. ഐഡൻറ്റിഫൈ ചെയ്ത് ജേംസിനെ അല്ലെങ്കിൽ പാത്തജൻസിനെ സ്പെസിഫിക് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നവയാണ് എന്ത് വിളിക്കുന്നത്? അങ്ങനത്തെ WBCകളാണ് ലിംഫോസൈറ്റ്സ് എന്ന് വിളിക്കുന്നവർ. അപ്പോൾ ലിംഫോസൈറ്റ്സ് ആർ ബ്ലഡ് സെൽസ്. ഈ ലിംഫോസൈറ്റ്സ് ഐഡൻറ്റിഫൈ സ്പെസിഫിക്കലി, അവർ സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ലിംഫോസൈറ്റ്സ് ആർ ബ്ലഡ് സെൽസ് that identify specifically the germs that enter our body by overcoming the non-defense mechanism of the body. ബോഡിയിലെ നോൺ ഡിഫെൻസ് മെക്കാനിസത്തിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളിലേക്ക് കടക്കുന്ന പാത്തജൻസിനെ സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ഡിസ്ട്രോയ് ചെയ്യുന്ന ജോലിയാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന ബ്ലഡ് സെല്ലുകൾ ചെയ്യുന്നത്. അപ്പോൾ ലിംഫോസൈറ്റ്സ് ആർ ബ്ലഡ് സെൽസ് that specifically identifies the pathogens that enter our body and by overcoming the non-defense mechanism of the body. Lymphocytes are blood cells that specifically identify the pathogens that enter our body by overcoming the non-defense mechanism of the body. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിംഫോസൈറ്റ്സ് എന്തെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസ് ആണെന്ന് പറഞ്ഞു. WBCകളെ എന്ത് വിളിക്കുന്നത്? WBC ആണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് പാത്തജൻസിനെ സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ലിംഫോസൈറ്റ്സ് എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇനി പാത്തജൻസിനെ നമുക്ക് പറയാം. അതായത് ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാത്തജൻസ് ഓർ പാത്തജൻസ് ദാറ്റ് എൻ്റർ അവർ ബോഡി ആർ കോൾഡ് ആൻറ്റിജൻസ്. എന്താണ്? നമ്മൾ ബോഡിയിലേക്ക് കടക്കുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ പാത്തജൻസിനെ അവ എന്ത് ചെയ്യുന്നുണ്ട്? ദേ സ്റ്റിമുലേറ്റ് അവർ ഡിഫെൻസ് മെക്കാനിസം. സോ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാത്തജൻസ് അത് ഡിഫെൻസ് മെക്കാനിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻസ്. അപ്പോൾ ഫോറിൻ പാർട്ടിക്കിൾസ് or pathogens that okay, now we are dealing about അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത് എന്താണ് നോൺ ഡിഫെൻസ് മെക്കാനിസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിൽ തന്നെ പഠിച്ചു ലിംഫോസൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു, ആൻറ്റിജൻസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്? അതായത് നമ്മൾ പറഞ്ഞു ഫോറിൻ പാർട്ടിക്കിൾസ് ഓഫ് പാത്തജൻസ് ദാറ്റ് എൻ്റർ അവർ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ഡിഫെൻസ് മെക്കാനിസം, ദേ ആർ കോൾഡ് ആൻറ്റിജൻസ് എന്ന് പറയും. ഇനി ദ ഡിഫെൻസ് മെക്കാനിസം that identifies the structure of each antigen and destroyed specifically is called a specific defense. എന്താണ് സ്പെസിഫിക് ഡിഫെൻസ് എന്ന് പറയുന്നത്? ദ ഡിഫെൻസ് മെക്കാനിസം. അപ്പോൾ നമ്മൾ നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഇനി സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസമാണ്. Specific defense mechanism എന്താണ്? The defense mechanism that identifies the structure of each antigen and destroys specifically is called a specific defense. അപ്പോൾ എന്താണ് ആൻറ്റിജൻ എന്ന് പഠിച്ചു? പാത്തജൻസോ ഫോറിൻ പാർട്ടിക്കിൾസോ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഡിഫെൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ ഡിഫെൻസ് സിസ്റ്റത്തിനെ
നമ്മൾ എന്താണ് ഡിഫൻസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെന്ത് വിളിക്കും? ദാറ്റ് മീൻസ് അതിനെന്ത് വിളിക്കും? അതാണ് ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറിൻ പാർട്ടിക്കിൾസ് ഓർ പാത്തജൻസ് ദാറ്റ് എൻ്റർ അവർ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ഡിഫൻസ് മെക്കാനിസം ആർ കോൾഡ് പാത്തജൻസ്. ഇനി പാത്തജൻസ് അപ്പോൾ പാത്തജൻസിൻ്റെ മെക്കാനിസം ദാറ്റ് identifies the structure of each antigen and destroy it specifically is called a specific defense. ഇനി lymphocytes are the white blood cells. They perform their function or they destroy the pathogens in this way. അതായത് ലിംഫോസൈറ്റ്സുകൾ പാത്തജൻസിനെ ഈ രീതിയിലാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അതായത് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്ന വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ്. അപ്പോൾ അത് ഈ രീതിയിലാണ് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ലിംഫോസൈറ്റ്സ് ഡിസ്ട്രോയ് ദ പാത്തജൻസ് ഇൻ ദിസ് വേ ബൈ മീൻസ് ഓഫ് സ്പെസിഫിക് ഡിഫൻസ്. ഇനി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ഓഫ് 2 ടൈപ്സ്. ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. അതായത് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? ലിംഫോസൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ. ബോൺ മാരോയിൽ ഉണ്ടാകുന്നതാണ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ബോൺ മാരോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ലിംഫോസൈറ്റ്സ് ആർ ഫൗണ്ട് ഓൺ ബോൺ മാരോ. And these lymphotypes are of 2 types. Lymphocytes എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? 2 ടൈപ്സ്. ഇതൊക്കെയാണ് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. ദാറ്റ് ഈസ് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. എന്താണ് ബി ലിംഫോസൈറ്റ്സ്? B lymphocytes are born in bone. They are produced in bone marrow and they are matured in bone marrow. ബോൺ മാരോയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ബോൺ മാരോയിൽ തന്നെ മെച്ചുവർ ചെയ്യപ്പെടുന്നു. അതേസമയം ടി ലിംഫോസൈറ്റ്സ് മീൻസ് അവർ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നെങ്കിൽ ദ ആർ മെച്ചുവർഡ് ഇൻ തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡിൽ മെച്ചുവർ ചെയ്യപ്പെടുന്ന ലിംഫോസൈറ്റുകളെയാണ് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. അതാണ് ബി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലേ? അവിടെ എവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ആൻഡ് ദേ ആർ മെച്ചുവർഡ് ഇൻ ബോൺ മാരോ. ദീസ് ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് സർട്ടൻ സബ്സ്റ്റൻസസ് ആൻഡ് ദീസ് സബ്സ്റ്റൻസ് ആക്ട് അഗെയിൻസ്റ്റ് ദീസ് ആൻറ്റിജൻസ്. സോ ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് സർട്ടൻ സബ്സ്റ്റൻസസ് ആൻഡ് ദീസ് സബ്സ്റ്റൻസസ് ആക്ട് അഗെയിൻസ്റ്റ് ആൻറ്റിജൻസ്. ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡീസ്. ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് സർട്ടൻ സബ്സ്റ്റൻസ് called antibodies and they act against antigens. അത് ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ബി ലിംഫോസൈറ്റ്സ് ആൻറ്റിജൻസിന് എതിരായിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ പാർട്ടുകളാണ് എന്ത്? ആൻറ്റിജൻ. ആ ആൻറ്റിജനെതിരെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞ ഡിഫൻസ് മെക്കാനിസത്തിൽ പങ്കെടുക്കുന്ന ലിംഫോസൈറ്റുകൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ആൻറ്റിബോഡീസ് destroys the pathogens in 3 ways. 3 രീതിയിലാണ് ഈ ആൻറ്റിബോഡീസ് പാത്തജൻസ് ബി ലിംഫോസൈറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൻറ്റിബോഡീസ് 3 വേസിലാണ് ഈ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദ സെൽ മെംബ്രെയിൻ. ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? സെൽ മെംബ്രെയിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സെൽ മെംബ്രെയിൻ നശിപ്പിച്ചുകൊണ്ടാണ്, ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ നശിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയയെ destroy the bacteria by disintegrating the cell membrane. ആണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യുന്നു ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദ സെൽ മെംബ്രെയിൻ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ന്യൂട്രലൈസസ് ദ ടോക്സിൻസ് പ്രൊഡ്യൂസ് ബൈ ആൻറ്റിജൻസ്. ഈ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുന്നത്? ആൻറ്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഡിസ്ട്രോയ് ദ പാത്തജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ WBCs. അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന WBCകളെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്തു. ഈ 3 രീതിയിലാണ് ആൻറ്റിബോഡീസ് ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് പാത്തജൻസുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായോ? പാത്തജൻസിനെ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ 3 പോയിന്റ്. മനസ്സിലായോ? ഒന്ന്, ഡിസ്ട്രോയ് ദ ബാക്ടീരിയ. ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് പാത്തജൻസ് അല്ലെങ്കിൽ ജേംസിനെ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്നു? 3 രീതിയിൽ. ഡിസ്ട്രോയ് ദ പാത്തജൻസ് or destroy the bacteria by disintegrating the cell membrane, then neutralizing the toxins produced by these antigens, and third point, destroying the pathogens by stimulating other WBCs. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ടി ലിംഫോസൈറ്റ്സ് ആണ്. ഇപ്പോൾ ലിംഫോസൈറ്റ്സിൽ തന്നെ മറ്റൊരു ടൈപ്പാണ് ടി ലിംഫോസൈറ്റ്സ്. അത് ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, തൈമസ് ഗ്ലാൻഡിൽ മെച്ചുവർ ചെയ്യപ്പെടുന്നു. ഇനി ടി ലിംഫോസൈറ്റ്സ് എങ്ങനെയാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് എങ്ങനെയാണ് ഈ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ,
ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഡിസ്ട്രോയ് ദ പാത്തജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ ഡിഫൻസ് സെൽസ്. മറ്റുള്ള ഡിഫൻസ് സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഡിസ്ട്രോയ് ദ സെൽസ് എഫക്റ്റഡ് ബൈ വൈറസ്. വൈറസ് കൊണ്ട് എഫക്റ്റ് ചെയ്യപ്പെട്ട സെല്ലുകളെയും ഡിസ്ട്രോയ് ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആണ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഡിസ്ട്രോയ് ദ ക്യാൻസറസ് സെൽസ്. ക്യാൻസറസ് സെല്ലുകളെയും ഇത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ടി ലിംഫോസൈറ്റ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് എങ്ങനെയാണ് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? ഒന്ന്, ഇറ്റ് ഡിസ്ട്രോയ് ദ പാത്തജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ ഡിഫൻസ് സെൽസ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഡിസ്ട്രോയ് ദ സെൽസ് എഫക്റ്റഡ് ബൈ വൈറസ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഡിസ്ട്രോയ് ക്യാൻസറസ് സെൽസ്. ക്യാൻസറസ് സെല്ലുകളെ ഡിസ്ട്രോയ് ചെയ്യും. ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം. അതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം. ബ്ലഡ് ഡിഫൻസ് മെക്കാനിസത്തിൽ എങ്ങനെയൊക്കെയാണ് പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ബ്ലഡ് ടേക്സ് പാർട്സ് ഇൻ ഡിഫൻസ് മെക്കാനിസം. ബ്ലഡ് റേറ്റ് ചെയ്ത കാര്യങ്ങളാണ് എന്ത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലേ. ഡിഫൻസ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡുമായിട്ട് പഠിച്ചതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അതിനുശേഷം വി സ്റ്റഡീഡ് അബൌട്ട് എന്താണ് ഫാഗോസൈറ്റോസിസ്. ദെൻ വി സ്റ്റഡി അബൌട്ട് ബ്ലഡ് ക്ലോട്ട്, ദെൻ ഹീലിംഗ് ഓഫ് വൂണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡുമായിട്ട് റിലേറ്റ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിൽ ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാം? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഫാഗോസൈറ്റോസിസ്, ഹീലിംഗ് ഓഫ് വൂണ്ട്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, ബ്ലഡ് ക്ലോട്ട്. എന്തൊക്കെ പഠിച്ചു? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പഠിച്ചു, ഫാഗോസൈറ്റിസ് പഠിച്ചു, ബ്ലഡ് ക്ലോട്ട് പഠിച്ചു, ഹീലിംഗ് ഓഫ് വൂണ്ട്, പിന്നെ ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നത് അത് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. ഇപ്പോൾ പഠിച്ച പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. സോ ബ്ലഡും ഡിഫൻസ് മെക്കാനിസവുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്ന ഒരു പാർട്ടാണ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ. ബോഡി ഫ്ലൂയിഡ്സ് ആർ ഏതൊക്കെയാണ്? ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബ്ലഡ് ആൻഡ് ലിംഫ്. അതിൽ ബ്ലഡാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്ത്. ഇനി ലിംഫിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ലിംഫ് ഈസ് ഓൾസോ എ ബോഡി ഫ്ലൂയിഡ്. ബട്ട് ലിംഫ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ കളർലെസ് ബോഡി ഫ്ലൂയിഡ്. അതിന് കളറില്ല. ലിംഫിന് എന്തില്ല? കളറില്ല. കളർലെസ് ബോഡി ഫ്ലൂയിഡാണ് ലിംഫ്. ഈ ബ്ലഡ് ആസ് ഓൾ ദ ഫങ്ഷൻസ് റിലേറ്റഡ് ടു ലിംഫ് അല്ലേ. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി മോർ അബൌട്ട് ലിംഫ്. എന്താണ് ലിംഫ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ് പെർഫോംസ് ഓൾ ദ സിമിലർ ഫങ്ഷൻസ് ആസ് ദാറ്റ് ബ്ലഡ് ഹാസ് ദസ് അല്ലേ. ബ്ലഡ് ചെയ്ത അതേ ഫങ്ഷൻസ്, സിമിലർ ഫങ്ഷൻസ് തന്നെയാണ് ഇത് ലിംഫും ചെയ്യുന്നത്. അതായത് ബോഡി ഫ്ലൂയിഡ്സ് എന്നും ടോട്ടലായിട്ട് പറഞ്ഞാൽ ലിംഫും ബ്ലഡുമാണ്. അപ്പം ബോഡി ഫ്ലൂയിഡ്സ് എന്താണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്? ലിംഫ് controls the entry of germs, it neutralizes the toxins they produce as well as it prevents the multiplication of germs. ഇത് തന്നെയാണ് ലിംഫും ചെയ്യുന്നത്. ബ്ലഡ് ചെയ്ത അതേ ഫങ്ഷൻസ് തന്നെയാണ് ലിംഫും ഫോളോ ചെയ്യുന്നത്. ഇനി ലിംഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളർലെസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ there is a lymphatic system. എന്താണ്? ഒരു ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. ഈ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ലിംഫാറ്റിക് ഡക്ട്, സ്പ്ലീൻ ആൻഡ് ലിംഫ് നോട്ട്സ്. ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ഏതൊക്കെയാണ്? ലിംഫാറ്റിക് ഡക്ട്, സ്പ്ലീൻ, ലിംഫ് നോട്ട്സ്. ഇതൊക്കെയാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി ലിംഫ് എന്ന് പറയുന്ന ഒരു കളർലെസ് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ബ്ലഡിൽ ഫോം ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഫോംഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ് ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ എവിടെ ഫോം ചെയ്യുന്നു? ബ്ലഡിൽ ഫോം ചെയ്യുന്നു. ബ്ലഡിൽ തന്നെ റീഅബ്സോർബ് ചെയ്യുന്ന ഒരു ബോഡി ഫ്ലൂയിഡാണ് ലിംഫ്. അപ്പോൾ ലിംഫ് ഈസ് ഫോംഡ് ഇൻ ബ്ലഡ് ആൻഡ് ഇസ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ്. ഫോംഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ്. ഇനി നെക്സ്റ്റ് വൺ ലിംഫാറ്റിക് സിസ്റ്റം. ഇനി നമ്മൾ ലിംഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ലിംഫ് കൺസിസ്റ്റ് ഓഫ് ലിംഫോസൈറ്റ്സ്. എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം? എന്താണ് ധാരാളം ലിംഫോസൈറ്റ്സ് ഉണ്ട്. ലിംഫോസൈറ്റ്സ് മീൻസ് WBC അല്ലേ. ആ ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം. അതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം. ബ്ലഡ് ഡിഫൻസ് മെക്കാനിസത്തിൽ എങ്ങനെയൊക്കെയാണ് പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ബ്ലഡ് ടേക്സ് പാർട്സ് ഇൻ ഡിഫൻസ് മെക്കാനിസം. ബ്ലഡ് റേറ്റ് ചെയ്ത കാര്യങ്ങളാണ് എന്ത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലേ. ഡിഫൻസ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡുമായിട്ട് പഠിച്ചതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അതിനുശേഷം വി സ്റ്റഡീഡ് അബൌട്ട് എന്താണ് ഫാഗോസൈറ്റോസിസ്. ദെൻ വി സ്റ്റഡി അബൌട്ട് ബ്ലഡ് ക്ലോട്ട്, ദെൻ ഹീലിംഗ് ഓഫ് വൂണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡുമായിട്ട് റിലേറ്റ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിൽ ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാം? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഫാഗോസൈറ്റോസിസ്, ഹീലിംഗ് ഓഫ് വൂണ്ട്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, ബ്ലഡ് ക്ലോട്ട്. എന്തൊക്കെ പഠിച്ചു? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പഠിച്ചു, ഫാഗോസൈറ്റിസ് പഠിച്ചു, ബ്ലഡ് ക്ലോട്ട് പഠിച്ചു, ഹീലിംഗ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. എന്താണ്? ഒരു ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. ഈ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ലിംഫാറ്റിക് ഡക്ട്,
സ്പ്ലീൻ ആൻഡ് ലിംഫ് നോട്ട്സ്. ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ഏതൊക്കെയാണ്? ലിംഫാറ്റിക് ഡക്റ്റ്, സ്പ്ലീൻ, ലിംഫ് നോട്ട്സ്, ഇതൊക്കെയാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി ലിംഫ് എന്ന് പറയുന്ന ഒരു കളർലെസ് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ബ്ലഡിൽ ഫോം ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഫോംഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ് ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ എവിടെ ഫോം ചെയ്യുന്നു? ബ്ലഡിൽ ഫോം ചെയ്യുന്നു, ബ്ലഡിൽ തന്നെ റീഅബ്സോർബ് ചെയ്യുന്ന ഒരു ബോഡി ഫ്ലൂയിഡാണ് ലിംഫ്. അപ്പോൾ ലിംഫ് ഈസ് ഫോംഡ് ഇൻ ബ്ലഡ് ആൻഡ് ഇസ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ്. ഫോംഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ബ്ലഡ്. ഇനി നെക്സ്റ്റ് വൺ ലിംഫാറ്റിക് സിസ്റ്റം. ഇനി നമ്മൾ ലിംഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ലിംഫ് കൺസിസ്റ്റ് ഓഫ് ലിംഫോസൈറ്റ്സ്. എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം? എന്താണ് ധാരാളം ലിംഫോസൈറ്റ്സ് ഉണ്ട്. ലിംഫോസൈറ്റ്സ് മീൻസ് WBC അല്ലേ? ആ ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് ഡിഫൻസ് മെക്കാനിസം ലിംഫോസൈറ്റ്സ് ചെയ്യുന്നത്? ലിംഫോസൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ലിംഫ് കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ആൻഡ് ദീസ് ലിംഫോസൈറ്റ്സ് are responsible to എന്താണ്? These lymphocytes protect us from the bacteria that enter this lymph and lymph nodes and spleen. lymph nodes and സ്പ്ലീനിലും കടക്കുന്ന ബാക്ടീരിയയെ, ഡിസീസസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയയെ ഡിസ്ട്രോയ് ചെയ്യുന്ന ജോലിയാണ് ലിംഫിലുള്ള ലിംഫോസൈറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ലിംഫ് കണ്ടെയ്ൻ ലിംഫോസൈറ്റ്സ് that destroy the bacteria causing disease causing bacteria present in lymph nodes and spleen. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. അത് ലിംഫ് എന്ന് പറയുന്നത് കളർലെസ് ബോഡി ഫ്ലൂയിഡ് ആണെന്ന് പഠിച്ചു. അതിൽ തന്നെ ലിംഫ് എന്ന് പറയുന്നത് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ദെൻ ലിംഫ് കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ആൻഡ് ദീസ് ലിംഫോസൈറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഡിസീസ് കോസിംഗ് ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ lymph nodes and spleen. Now നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകും. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് വി സ്റ്റഡി അബൌട്ട് ഡിഫൻസ് മെക്കാനിസം. ഇത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിട്ട്, അതായത് ബോഡി സ്വയം അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ ബോഡിയിൽ സ്വന്തമായിട്ട് നടക്കുന്ന ഡിഫൻസ് മെക്കാനിസമാണ് നമ്മൾ പഠിച്ചത്. ഇത് നമുക്ക് എന്താണ്? ബൈ നേച്ചർ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഡിഫൻസ് മെക്കാനിസം കുറിച്ച് സംബന്ധിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഡിഫൻസ് മെക്കാനിസം കൊണ്ടുവരാമെന്നതാണ്. അതായത് ആർട്ടിഫിഷ്യൽ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഒരു അസുഖങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം എങ്ങനെയാണ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരാമെന്ന് വെച്ചാൽ നമുക്കറിയാം. എന്താണ് അതിനൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇമ്മ്യൂണൈസേഷൻ. എന്താണ് ഇമ്മ്യൂണൈസേഷൻ? അതായത് ഇപ്പോൾ ഡിഫൻസ് മെക്കാനിസം സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇപ്പം ഡിഫൻസ് മെക്കാനിസം സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡിക്കകത്ത് ആര് എൻ്റർ ചെയ്തിട്ടുണ്ട്? പാത്തജൻസ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം സ്ലോ ഡൗൺ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഡ്യൂ ടു ദി എൻട്രൻസ് അല്ലെങ്കിൽ ഡ്യൂ ടു ദി എൻട്രി ഓഫ് പാത്തജൻസ്, അല്ലെങ്കിൽ ജേംസ് ബോഡിയിലേക്ക് എൻ്റർ ചെയ്തു. ഇനി വളരെ സ്ലോ എന്ന് എപ്പോഴായിരിക്കാം? ആ പാത്തജൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഡിഫൻസ് മെക്കാനിസം തീരെ ലോ ആവുന്നത്. അപ്പം ആ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് നമ്മൾ ഇത്ര നേരം. അതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് എന്താണ് ഓവർകമ്മിങ് ദ ഡിസീസ് അല്ലേ? മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിഫൻസ് മെക്കാനിസം, അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ആർട്ടിഫിഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്മ്യൂണൈസേഷൻ ഈസ് ദി മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡിഫൻസ് മെക്കാനിസം. ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഡിഫൻസ് മെക്കാനിസമാണ്. ദാറ്റ് മേക്സ് ദ ഡിഫൻസ് സെൽസ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഡിഫൻസിന് ചെയ്യുന്ന സെൽസിനെ അലേർട്ടാക്കുന്നു. ടു മേക്ക് ദ സെൽസ് അലേർട്ട് അഗെയിൻസ്റ്റ് ദ ആൻറ്റിജൻസ് ദാറ്റ് എൻ്റർ അവർ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത ആൻറ്റിജൻസിന് നേരെ ബോഡി അലേർട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് എന്ത്? ഇമ്മ്യൂണൈസേഷൻ എന്ന്. ഇമ്മ്യൂണൈസേഷൻ ഈസ് ആർട്ടിഫിഷ്യൽ ഡിഫൻസ് മെക്കാനിസം. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡിനാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതനുസരിച്ച് ബോഡിയിലെ ഡിഫൻസ് സെല്ലുകൾ അലേർട്ടാകുന്നു. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. ഇറ്റ്സ് എ മെത്തേഡ് ആർട്ടിഫിഷ്യൽ മെത്തേഡ് ടു. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ്. എന്താണ് ട്രീറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ ഫൈനൽ ഡിഫൻസ്. അവസാനത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്താണ്? ട്രീറ്റ്മെൻ്റ് ആണ്. ലാസ്റ്റ് ഡിഫൻസ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് വേൾഡിൽ പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഇതൊക്കെയാണ് എന്താണ് ഇപ്പോൾ ഉള്ള. അതുപോലെ അലോപ്പതി, ഇതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതിൽ ആയുർവേദ എന്ന് പറയുന്നതും യുനാനി, സിദ്ധയൊക്കെ എന്താണ്? ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. അതിൽ തന്നെ ആയുർവേദ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തതാണ്. ഈ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്ന ആരാണ്? ചരകനാണ്. ഫാദർ ഓഫ് ആയുർവേദ ചരക. ആൻഡ് ഫാദർ ഓഫ് ഹോമിയോപ്പതി ഈസ് സാമുവൽ ഹനിമാൻ. ആരാണ്? സാമുവൽ ഹനിമാൻ.
ദെൻ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി ഹിപ്പോക്രാറ്റസ് ആണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് certain equipments related to the diagnosis of diseases. അതായത് ഡിസീസസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അതായത് ഡോക്ടേഴ്സ് ഒക്കെ സാധാരണ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 3 എക്യുപ്മെൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ തൽക്കാലം പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് സ്റ്റെതസ്കോപ്പ്. നമുക്കറിയാം സ്റ്റെതസ്കോപ്പ് എന്താണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ഹാർട്ട് ബീറ്റ് ഡിറ്റക്ട് ചെയ്യാനാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് തെർമോമീറ്റർ. ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത സ്പിഗ്മാനോമീറ്റർ. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദി ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനാണ് സ്പിഗ്മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സും അതിൻ്റെ യൂസ് എന്ന് പറയുന്ന ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നിട്ട് നോക്കാം. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും അതിൻ്റെ യൂസസും ആണ് കൊടുത്തിരിക്കുന്നത്. എക്യുപ്മെൻറ്റ്സ് ഫസ്റ്റ് എക്യുപ്മെൻറ്റ് ഏതാണ്? EEG. എന്താണ്? EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. ഇത് എന്തിനാണ് ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദ ഇലക്ട്രിക് വേവ്സ് ഇൻ ബ്രെയിനിൽ ഇലക്ട്രിക് വേവ്സ് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് EEG. ബ്രെയിനിൽ ഇലക്ട്രിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് EEG. അടുത്തത് ECG. എന്താണ്? ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദ ഇലക്ട്രിക് വേവ്സ് ഇൻ ഹാർട്ട് മസിൽ ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ECG. അടുത്തത് അൾട്രാസൗണ്ട് സ്കാൻ. എന്താണ്? അൾട്രാസൗണ്ട് സ്കാൻ. ഇറ്റ് ഈസ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ് യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അതായത് അൾട്രാസോണിക് സൗണ്ട് വേവ്സിൻ്റെ സഹായത്തോടു കൂടി ഇന്റേണൽ ഓർഗൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആണ് ഏത്? അൾട്രാസൗണ്ട് സ്കാനർ. നെക്സ്റ്റ് വൺ അടുത്തത് എന്താണ്? നെക്സ്റ്റ് വൺ ഈസ് CT സ്കാനർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ. അതാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ അല്ലെങ്കിൽ CT സ്കാൻ. ഇതെന്താണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ 3-dimensional വിഷ്വൽ അല്ലെങ്കിൽ 3-dimensional പിക്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ബൈ യൂസിങ് എക്സ്റേസ്. അതായത് എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ഇന്റേണൽ ഓർഗൻസിൻ്റെ 3-dimensional പിക്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആയ CT സ്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത മെഡിസിനൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു എക്യുപ്മെൻ്റ് ആണ് MRI സ്കാൻ. എന്താണ്? MRI സ്കാൻ. ദാറ്റ് ഈസ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് എ 3-dimensional പിക്ചർ ഓഫ് വ്യൂ ഓഫ് ദ ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ഓർഗൻസിനെ 3-dimensional വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് MRI സ്കാനർ യൂസ് ചെയ്യുന്നത്. അതെത്രയാണ്? ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഡിസിനൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും അതിൻ്റെ യൂസുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചില സ്പെഷ്യൽ ഏരിയാസും അതിൻ്റെ സ്പെഷ്യലൈസേഷനെ പേരുകളാണ്. ചിലത് മാത്രമേ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് അത് മാത്രം നമുക്ക് നോക്കിപ്പോവാം. എന്താണ് കാർഡിയോളജി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ? കാർഡിയോളജി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു വിച്ച് ഏരിയ? റിലേറ്റഡ് ടു ഹാർട്ട് അല്ലെ? ഹാർട്ടുമായിട്ട് റിലേറ്റഡ് അസുഖങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന ഏരിയയാണിത് കാർഡിയോളജി.